ലോക സാമ്പത്തിക രംഗത്തെയും ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെയും വിശകലനം ചെയ്യുന്ന 10ാമത് ലോക ഇസ്ലാമിക ഫോറത്തിന്റെ 2ാമത് ദിവസം പ്രധാനമായും ചർച്ച ചെയ്തത് വ്യാപാര വ്യവസായ രംഗത്തെ ത്വരിതപ്പെടുത്തുന്നതിൽ ഇസ്ലാമിക് ഫൈനാൻസിന്റെ പങ്ക് എന്ത് എന്നതായിരുന്നു. ഇതര സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെ വേറിട്ടു നിൽക്കുന്നുവെന്ന് നൂർ ഇസ്ലാമിക് സിഇഒ ഷെയ്ഖ് ഹുസൈൻ അൽ കംസി വിശദീകരിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ സാമ്പത്തിക വിദഗ്ധർ പങ്കെടുത്ത ചർച്ചയിൽ ഇസ്ലാമിക് ഫൈനാൻസിന്റെ ഗുണവും ദോഷവും വിശദമായി ചർച്ച ചെയ്തു. അതേസമയം ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിൽ ഉന്നത ഉപരിപഠനങ്ങൾക്ക് സഹായിക്കുന്ന ആദ്യത്തെ ഓൺലൈൻ സംവിധാനം ഫോറത്തിൽ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് മാസ്റ്റേഴ്സ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന പേരിലുള്ള പാഠ്യപദ്ധതി ദുബായിയെ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ ലോക തലസ്ഥാനമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തയ്യാറാക്കിയത്. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ സന്ദേശം ലോകത്തിനു മൊത്തം കൈമാറുകയെന്ന ഉദ്ദേശവും ഈ ഓൺലൈൻ സംവിധാനം വഴി ഉദ്ദേശിക്കുന്നുണ്ട്. ഇസ്ലാമിക് സമ്പദ്ഘടനയുടെ പ്രയോഗരീതിയും തത്വവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും വിധമാണ് തയ്യാറാക്കിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. മനുഷ്യവിഭവശേഷി വികസനം, ഗവേഷണം, സാമൂഹിക സേവനം എന്നിവയാണ് EMBA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പ്രോഗ്രാമിന്റെ ഉള്ളടക്കം. 3 ദിവസം നീളുന്ന ലോക ഇസ്ലാമിക സാമ്പത്തിക ഫോറം നാളെ അവസാനിക്കും. മീഡിയ 1, ദുബായ്.